പ്രോസസ് എല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഇന്നൊരു ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷനുണ്ട്. അവർക്കെല്ലാം പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷനൊന്നും ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെൻറ്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. കൊടുക്കും. 2 ദിവസം ഞാൻ MD നിർദ്ദേശമുള്ളത് നാളെ മറ്റന്നാളും അതേ ട്രിവാൻഡ്രത്ത് എന്നാണ് വെച്ചത്. അത് ജീവനക്കാർക്കൊരു സന്തോഷ വാർത്തയാണ്. അല്ല, എല്ലാ കാറ്റഗറികളും വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. അറിയാൻ നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. കാരണം ഇത് റിട്ടയർമെൻറ്റ് ഒരുപാട് വരെയാണ് ഈ വർഷം. വളരെ വൻതോതിൽ റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ പോകും. സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസുണ്ട്. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC നന്നായി പോകുന്നത്. സാധാരണ റിട്ടയർ ചെയ്യാൻ ഒരു മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും, DTO ആണ്. അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അബദ്ധം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകൾ. അല്ല, അതിന് നടപടി സ്വീകരിച്ചു, ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല, കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. പ്രോസസ് എല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഇന്നൊരു ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷനുണ്ട്. അവർക്കെല്ലാം പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷനൊന്നും ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെൻറ്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. കൊടുക്കും. 2 ദിവസം ഞാൻ MD നിർദ്ദേശമുള്ളത് നാളെ മറ്റന്നാളും അതേ ട്രിവാൻഡ്രത്ത് എന്നാണ് വെച്ചത്. അത് ജീവനക്കാർക്കൊരു സന്തോഷ വാർത്തയാണ്. അല്ല, എല്ലാ കാറ്റഗറികളും വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. അറിയാൻ നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. കാരണം ഇത് റിട്ടയർമെൻറ്റ് ഒരുപാട് വരെയാണ് ഈ വർഷം. വളരെ വൻതോതിൽ റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ പോകും. സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസുണ്ട്. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC നന്നായി പോകുന്നത്. സാധാരണ റിട്ടയർ ചെയ്യാൻ ഒരു മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും, DTO ആണ്. അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അബദ്ധം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകൾ. അല്ല, അതിന് നടപടി സ്വീകരിച്ചു, ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല, കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.